കുറെ നേരമായി വൈക്കത്തിന്റെ വികസനം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെള്ളൂർ നമ്മുടെ കടുത്തുരുത്തി ഒരു കേന്ദ്രീയ വിദ്യാലയമുണ്ട്. 2015 30 കോടി 50 ലക്ഷം രൂപ അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയത്തിന് ഇന്നും സംസ്ഥാന സർക്കാരിന് അല്ലെ ഇവിടുത്തെ എം എൽ എക്കും കടുത്തുരുത്തി എം എൽ എക്കും അതിനകത്ത് ബന്ധമുണ്ട്. ഇവർക്ക് അതിനുള്ള MP എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും MP മാരും അതിനകത്തുണ്ട്. പക്ഷെ ഇതുവരെ ആ സ്ഥലം കണ്ടെത്തി കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ജനസഭ മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്ന സമയത്തും നവകേരള സദസ്സ് നടക്കുന്ന സമയത്തും മെമ്മോറാണ്ടം കാര്യങ്ങളായിട്ട് പോയിട്ടു. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് 700 ഏക്കറോളം HNL ഭൂമി ഇപ്പം KPPL കയ്യിലിരിക്കുന്നത്. ഇത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത ഇവരിവിടെ എന്ത് വികസനം കൊണ്ടുവരും എന്നുള്ള 30 കോടി 50 ലക്ഷം രൂപ 2015 സെൻട്രൽ ഗവൺമെന്റ് അനുവദിച്ചിട്ട് ഭൂമി ഇല്ലാത്തതിന്റെ വില 2000-ഓളം വരുന്ന സ്റ്റുഡൻറ്റ് ഇപ്പൊ അവിടെ 535 കുട്ടികളാണ് ഇപ്പൊ അവിടെ പഠിക്കുന്നത്. ഇപ്പൊ കോടതിയിൽ കേസ് കിടക്കുകയാണ്. ഇവരെന്ത് വികസനം കൊണ്ടുവരുമെന്നാണ് എനിക്കൊന്നറിഞ്ഞാൽ പെട്ടെന്ന് മറുപടി. നിലവിൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കേസ് കോടതി നടക്കുകയാണ്. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിനകത്തുള്ള തീരുമാനം ഉണ്ടാവും. അത്രയും ഇപ്പോൾ പറയാം. പിന്നെ KPPL ഭൂമിയല്ല അതിന് വിട്ടുകൊടുക്കാൻ കഴിയുക. KPPL ഭൂമി ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. അത് മാത്രമല്ല ആ ഭൂമിയിൽ നടത്താൻ കഴിയുന്ന സാഹചര്യമുള്ള സ്ഥലവുമല്ല. കാര്യങ്ങളല്ല അതിനകത്തുള്ളതും ആ കാര്യങ്ങളെ നേരത്തെ തന്നെ ചർച്ച നടന്നു. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഏറ്റവും വലിയ പത്രക്കടലാസ് നിർമ്മാണ സ്ഥാപനം കോൺഗ്രസുകാർ തുടങ്ങിയ സ്ഥാപനം തന്നെയാ. ആ കോൺഗ്രസുകാർ തുടങ്ങിയ സ്ഥാപനം പൂട്ടിച്ചതാരാന്നറിയോ? INTUC-യുടെ ഇന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരനും CITUവിന്റെ സംസ്ഥാന സെക്രട്ടറി എളമരം കരീമും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ആ സ്ഥാപനം പൂട്ടിയത്. ഏറ്റെടുത്തിട്ട് എന്താ സംഭവം എന്നറിയോ? അവിടെ പൂട്ടിയ ആദ്യം അത് പ്രൊഡക്ഷൻ 80-കളിൽ പ്രൊഡക്ഷൻ ആരംഭിച്ച ആ സ്ഥാപനം ഉൽപാദനം നിർത്തുന്നത് എന്താണെന്നറിയോ? ഈ പറയുന്നതിൽ ഒരു കാര്യം പോകാൻ വന്നപ്പോ അത് തിരിച്ചു പിടിച്ച് നടപ്പിലാക്കിയ കേരളത്തിലെ ഗവൺമെന്റ് റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘത്തിന് കൈമാറാൻ പോവുക. റിയൽ എസ്റ്റേറ്റ് മാഫിയക്ക് അത് കോൺഗ്രസിന്റെ പിന്തുണയോടെ അതിനൊരു സംശയവും വേണ്ട. ഇവിടെ കോൺഗ്രസ് വൈക്കം നിയോജക മണ്ഡലത്തിൽ നടത്തിയ ഏറ്റവും വലിയ പദ്ധതിയാണ് ആ പദ്ധതി BJP ഗവൺമെന്റ് വന്നപ്പോ ആ കമ്പനി 2017 പൂട്ടിപ്പോയപ്പോൾ പൂട്ടിക്കാനുണ്ടായ കാരണത്തിൽ ബിജു ചേട്ടൻ വിവരാവകാശം പറഞ്ഞല്ലോ. വിവരാവകാശം എഴുതി